റോഷി അഗസ്റ്റിൻ പ്രത്യേക പാർട്ടി രൂപീകരിക്കാൻ താൽപ്പര്യപ്പെട്ട് മുന്നോട്ട് വരികയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായുള്ള ലയനം എന്ന രീതിയിലേക്കല്ല റോഷിയുടെ തീരുമാനം. റോഷിയും ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും കൂടി ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താൻ തുടങ്ങുകയാണ്. ജോസ് കെ മാണിക്ക് ഇതിൽ പരം നാണക്കേടില്ല. സ്വന്തം പാർട്ടി ഉള്ളം കയ്യിൽ നിന്നും ഒലിച്ചു പോകാൻ തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് 10 തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാനുള്ള ആസ്തി കെ എം മാണി സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല കേരള രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമാകുന്നതിൻ്റെ എല്ലാ സങ്കടവും പേറി ഇനി ആ മനുഷ്യൻ ജീവിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ പല നേതാക്കളും എങ്ങനെയൊക്കെയാണ് സ്വന്തം വാരിക്കുഴി വെട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ എം മാണിയും ഈ കാര്യത്തിൽ മോശമൊന്നുമല്ല. അദ്ദേഹം UDF-നോട് കാണിച്ച കൊടും വഞ്ചന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചരൽക്കുന്നിൽ വെച്ച് നടന്ന പാർട്ടി സ്റ്റിയറിംഗ് യോഗത്തിലാണ് UDF വിട്ട് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തീരുമാനിച്ചത്. അന്നേ ജോസഫും മോൻസ് ജോസഫും അതുപോലെ തന്നെ CF തോമസും ഒന്നും ഇത് ശരിയായ നടപടിയല്ല, ഇത് തെറ്റായ രീതിയാണ് എന്ന് തുറന്നടിക്കുകയുണ്ടായി. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ നിന്നു. പിന്നെ മാണിയുടെ മരണത്തിന് ശേഷം മകൻ ഒരു രീതിയിലും കേരള രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ സ്വാധീനം ഇടതുപക്ഷത്തിൽ ചെലുത്തി ഒരു രാജ്യസഭാ അംഗത്വം തട്ടിയെടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ കാര്യമായ ലാഭമൊന്നും ജോസ് കെ മാണിക്ക് ഈ കാലയളവിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കൂടി ഫലമാണ് എന്ന് വ്യക്തം. ഏതായാലും ഇനി ജോസ് കെ മാണിയെ കേരള രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു വട്ടപൂജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും അത് എല്ലാ തരത്തിലും പാലായിലെ ജനങ്ങൾ കൃത്യമായി എടുത്ത തീരുമാനമാണ് എന്ന് തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. റോഷി ജോസിനെ കൈയൊഴിഞ്ഞിട്ട് നാളുകളേറെയായി. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ നടക്കാറില്ല എന്ന് മാത്രമല്ല, 2 ചിഹ്നമാണോ താമര ചിഹ്നമാണോ വേണ്ടത് എന്ന സംശയത്തിലാണ് ജോസ് മോൻ ഇപ്പോൾ ഡൽഹിയിൽ ഏറിയ നിമിഷവും കഴിച്ചു കൂട്ടുന്നതെന്നാണ് അടുപ്പക്കാർ പറയുന്നത്. ഏതായാലും രാഷ്ട്രീയത്തിനകത്ത് ഇനി ശോഭിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് മനസ്സിലാക്കി കേന്ദ്ര സഹമന്ത്രിയെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ BJP-യുമായി ടൈപ്പ് ഉണ്ടാക്കി താൽക്കാലിക ലാഭത്തിന് വേണ്ടിയെങ്കിലും ശ്രമിക്കാനാണ് ജോസ് മോൻ്റെ തിടുക്കത്തിലുള്ള പുറപ്പാട്. പണ്ട് UDF-ന്റെ കൂടെ ആയിരുന്നപ്പോൾ ജോസ് കെ മാണിയെ കേന്ദ്ര സഹമന്ത്രിയാക്കണം എന്ന് KM മാണി ശക്തമായ നിലപാടുമായി വന്നു. ഞങ്ങൾക്ക് 2 MP-മാരുണ്ട്, ഒന്ന് ലോക്സഭയിൽ ഒന്ന് രാജ്യസഭയിൽ, ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്നൊക്കെ പറഞ്ഞ് KM മാണി ബഹളം വെച്ച് ഒരുപാട് നോക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഏശിയില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണി അങ്ങനെ അടുപ്പിച്ചിട്ടുമില്ല കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ പോലും.